എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പിഴ ഇല്ലാതെയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 27 ആയിരുന്നു. അപ്പോൾ മെയ് 28, 29 തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് പിഴയോടുകൂടി, അതായത് 600 രൂപ ഫൈനോട് കൂടിയുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫൈൻ എന്ന് പറയുമ്പോൾ എത്ര പൈസയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ, അതായത് പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക്, അതായത് തിയറി പേപ്പറിന് 150 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളാണെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അതേപോലെ തന്നെ 6 വിഷയം വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ എഴുതാനും സാധിക്കും. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആണെങ്കിൽ ഇതിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ 500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് ഇതിന് വരുന്നത്. ഒരു സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റ് എഴുതാനായിട്ട് പറ്റുക. അപ്പോൾ നാളെ മുതൽ എന്ന് പറയുമ്പോൾ ഈ ഒരു മെയ് 28, 29 തീയതികളായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത്, അതായത് മെയ് 28, 29 തീയതികളായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, അതായത് 2 വിഷയമാണ് പരീക്ഷ എന്നതെന്ന് വിചാരിക്കുക. അതായത് 6 വിഷയം വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. എന്നാൽ നിങ്ങൾക്ക് 2 വിഷയമാണ് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പരീക്ഷ എഴുതുന്നത്. അതായത് ഇപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സുമാണ് തോറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് ആ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ആയതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 175 × 2, അതായത് 2 സബ്ജക്റ്റ് ഉണ്ട്. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് അപേക്ഷിക്കുമ്പോൾ ഇതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് 600 രൂപ കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ഫീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ DHSCയുടെ സ്പെഷ്യൽ ഓർഡേഴ്സ് ഉള്ളവർക്ക് മാത്രമേ ഒന്നിലധികം സബ്ജക്റ്റ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് ഫീസ് വരുന്നത് 500 രൂപയാണ്. അപ്പോൾ 500-നോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് വരും. ഇതിനോടൊപ്പം നാളെ മുതൽ, അതായത് മെയ് 28, 29 തീയതികളിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം 600 രൂപ കൂടി ഫീസ് വരും. അതായത് കോമൺ ആയിട്ട് നിങ്ങൾ ഈ ഒരു 27 തീയതിക്കുള്ളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് 540 രൂപയായിരുന്നു. എന്നാൽ നിങ്ങൾ നാളെ മുതൽ, അതായത് മെയ് 28, 29 തീയതികളായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരിക, അതായത് ഏകദേശം 1140 രൂപയാണ് ഫീസ് വരിക. അതായത് 1140 രൂപയാണ് ഫീസ് വരിക. അതായത് 500-ഉം 600-ഉം 1100, അതിനോടൊപ്പം 40 കൂട്ടുമ്പോൾ 1140, ഈ രീതിയിലാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ നാളെ മറ്റന്നാളുമായിട്ട് പേയോടുകൂടിയുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെയും മറ്റന്നാളുമായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസിനോടൊപ്പം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് 600 രൂപ കൂടി നിങ്ങൾ സ്കൂളിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് 600 രൂപ ഫൈനോട് കൂടിയുള്ള അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി 29/5/2025 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്കൂൾ പ്രിൻസിപ്പൽമാരാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ആ ഒരു ലോഗിൻ വെച്ചിട്ടാണ് നിങ്ങൾക്കുള്ള സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അല്ലാതെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് സ്കൂളിലാണോ മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൊണ്ടുപോവേണ്ടത് +2-ൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് കൊണ്ടുപോവേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക ആ ഒരു ഫീസും, അതായത് ആ ഒരു ടോട്ടൽ ഫീസും അതിനോടൊപ്പം 600 രൂപ എക്സ്ട്രാ കൂടി നിങ്ങൾ 28, 29 തീയതികളായിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നിങ്ങളോട് ചിലപ്പോൾ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു ഫോട്ടോ കൊണ്ടുപോകേണ്ടതാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു +1 കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷ മാത്രം എഴുതിയ ഒരു വിദ്യാർത്ഥിയാണ്, +2-ൻ്റെ പരീക്ഷ എഴുതിയിട്ടില്ല, എന്നാൽ +1 കമ്പാർട്ട്മെൻറ്റിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ പോകുന്ന സമയത്ത്, നാളെയും മറ്റന്നാളുമായിട്ട് അപേക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടത് ഈ ഒരു +1 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ +1 പരീക്ഷയുടെ, അതായത് +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി കൂടി കൊണ്ടുപോകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ടോട്ടൽ എത്ര ഫീസ് വരും ആ ഒരു ഫീസിൻ്റെ കൂടി എക്സ്ട്രാ ആയിട്ട് 600 രൂപ കൂടി കൊണ്ടുപോകണം. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക്, അതായത് ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ഈ ഒരു +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണ് +1 കമ്പാർട്ട്മെൻറ്റ് പരീക്ഷ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നിട്ടും തോറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ പരീക്ഷയ്ക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ +1ൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ ഹാൾ ടിക്കറ്റ്, അതിൽ 2 വർഷത്തെ പരീക്ഷയുടെ ടൈം ടേബിൾ ഉണ്ടാകും, അതുകൊണ്ടാണ് ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിക്ക് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ഫീസിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് വരുന്ന 600 രൂപ കൂടി വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ പോർട്ടൽ വഴിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്ന അവസാന തീയതി മെയ് 31-ാം തീയതിയാണ്. അതായത് സ്കൂളിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇനി പേയോട് കൂടിയാണ് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെയ് 31-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേയോട് കൂടി അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.